അതൊന്നും നടക്കില്ല. സച്ചേട്ടനും അച്ഛച്ചേച്ചിക്ക് ഇപ്പൊ സ്വന്തം കുഞ്ഞുണ്ടല്ലോ, അവർക്കതിനെ വളർത്തിയ പോരെ. ഇന്നിന് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നേ. അമ്മുക്കുട്ടിയെ നമ്മുടെ കുഞ്ഞിനെ കാണാൻ തുടങ്ങിയത് നീ ഇപ്പോഴല്ലേ? അതിനു മുന്നേ അമ്മുക്കുട്ടിയെ വളർത്തിയത് അർച്ചനെടുത്തിയ. ഒരു പെറ്റമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ മുഴുവൻ നമ്മുടെ മകൾക്ക് കൊടുത്തത് അർച്ചനെടുത്തിയ. അത് നീ മറക്കരുത്. അതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നേതെന്ന് പറയുന്നതൊന്നും നഷ്ടപ്പെടുത്താൻ ഇനി എനിക്ക് വയ്യ. ഏത് വളർത്തമ്മയെക്കാളും അപ്പുറത്താ സ്വന്തം അമ്മയെന്നുള്ള സത്യം. എന്റെ കുഞ്ഞ് തൽക്കാലം ഇവിടെ തന്നെ വളർന്നാ മതി. അവളെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടില്ല. സന്ദീപ് തന്നെ ഇത് പോയി സച്ചേട്ടനോട് പറഞ്ഞേക്കണം. നീ എന്തിനെത്ര വാശി പിടിക്കുന്നേ? ഇത് വാശിയല്ല സന്ദീപേ, ഞാൻ അവളുടെ അമ്മയാ. ഒക്കെ ശരിയാ, നീ അമ്മയാണ്, ഞാൻ അവളുടെ അച്ഛനുമാണ്. അവളുടെ മേലുള്ള എല്ലാ അവകാശവും നമുക്ക് മാത്രമാണ്. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തന്നെ വേണം. ഈ സത്യം നിലനിൽക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. അർച്ചനയുടെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് കുഞ്ഞിനെ അടർത്തി മാറ്റരുത്. ഈ സമയത്ത് നമ്മളായിട്ട് അർച്ചനത്തെ വിഷമിപ്പിക്കാനും പാടില്ല. മരണത്തിന്റെ അടുത്തൊരു പൊടി തിരിച്ചു വന്നതാ നിന്റെ ചേച്ചി. അത് നീ എന്താ ഓർക്കത്തെ? ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിലൊരു വഴക്കാവും. അത് പാടില്ല. അതുകൊണ്ട് സച്ചേട്ടന്റെ കയ്യിൽ എന്തായാലും ഞാൻ കുഞ്ഞിനെ കൊടുത്തു വിടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോവാ. വേണ്ട അച്ഛച്ചേച്ചി, ഞാൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാം. നീയോ? ഞാൻ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ. അവിടെ ചെന്ന് വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഒരു വഴക്കം ഉണ്ടാവാൻ പോകുന്നില്ല. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചോളാന്ന് സച്ചേട്ടനോടൊന്ന് പറഞ്ഞേക്ക്. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അവിടെ പൊന്നേ അമ്മുക്കുട്ടി, നീ കുഞ്ഞിന്റെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ? തൊട്ടിലിവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നീ തിരിച്ചു വന്നിട്ടേ സന്ദീപിന്റെ കയ്യിൽ ഡ്രസ്സുകളൊക്കെ കൊടുത്തു വിടണേ. ഓ ഏ ഏ ഏ പൊന്നേ. ഓ ഓ ഓ ഓ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ സന്ധ്യയോട് വരാൻ പറഞ്ഞത്. അർച്ചനയുടെ കുഞ്ഞിന്റെ നൂലിയെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണം. ഇനി അതിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്താ സന്ധ്യയുടെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിയമപരമായി ഞങ്ങൾക്കിപ്പോ വിവാഹം കഴിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഞങ്ങൾ ഉടനെ തന്നെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങും. ഒരു ദിവസം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി മാലയിട്ട് ഇവളുടെ കൈയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കയറി വരും. അങ്ങനെ ഒരു ചടങ്ങ് മാത്രം മതി. അങ്ങനെ പറയാൻ നിനക്ക് അവകാശമുണ്ട്. അനുഭവം കൊണ്ട് നിന്റെ മനസ്സ് അതിന് പാകപ്പെട്ട് കാണുകയും ചെയ്യും. പക്ഷേ എന്റെ ആഗ്രഹം അങ്ങനെയല്ല. അത് മതി അച്ഛാ. നമ്മളിനി ഇവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് ഇവര് തന്നെ തീരുമാനിച്ചോട്ടെ. അതല്ലേ നല്ലത്. അവരുടെ തീരുമാനത്തിലാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അവന്തിക കാരണം തകർന്നു പോയ ജീവിതമാണ് എന്റെ മോന്റേത്. എല്ലാം മറന്ന് ഇവനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും അവൻ്റെ ഒപ്പം വേണം.
എല്ലാ ചടങ്ങുകളോടും ആർഭാടങ്ങളോടും കൂടി മോളെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. എല്ലാം നന്ദട്ടം പറയുന്നത് പോലെ മതിയച്ച. അച്ചു ആ കുഞ്ഞിനെ കണ്ടതുകൊണ്ടും തിരിച്ചറിഞ്ഞതുകൊണ്ടും മാത്രമാ ഇപ്പൊ അമ്മക്കുട്ടി നമുക്ക് ജീവനോടെ കിട്ടിയത് അല്ലേ? എടി, അവിടെ വെച്ച് വല്ല പൂച്ചയോ പട്ടിയോ കടിച്ചു കയറിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇല്ലെങ്കിൽ ഭിക്ഷക്കാരെടുത്തോണ്ട് പോയി ആർക്കെങ്കിലും കൊണ്ട് വിറ്റിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെടി? ദൈവമായിട്ടാ അച്ഛന്റെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ശരി തന്നെ, ഇവളെ പ്രസവിച്ചത് നീ തന്നെയാ. പക്ഷെ ഇവക്ക് ആദ്യം അമ്മയായതേ അച്ചുവാ. അത് നീ മറക്കരുത് മോളെ. ഇവളുടെ കയ്യിൽ നിന്ന് അമ്മക്കുട്ടിയെ പിടിച്ചു പറിച്ചോണ്ട് പോവാൻ നീ ഒരിക്കലും ശ്രമിക്കരുത്. അത് വലിയ തെറ്റായി പോകും. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ പ്രസവിച്ച കുഞ്ഞിന്റെ മേലിൽ എനിക്കൊരു അവകാശം ഇല്ലെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? എനിക്ക് എന്റെ മോളെ പിരിയാൻ പറ്റില്ല. വെട്ടിമുറിച്ച് രണ്ടുപേർക്കും തരാൻ ഇത് തടികഷ്ണമൊന്നും അല്ലല്ലോ, ഒരു കുഞ്ഞല്ലേ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. അതാര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഞാൻ എന്റെ മോളെ കൊണ്ട് ഇവിടുന്ന് പോവും. ഇല്ല, അമ്മക്കുട്ടിയെ ഞാൻ തരില്ല.